എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ നമ്മൾ പുതിയൊരു ക്ലാസ്സുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം 2025 അവസാനത്തോടുകൂടി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കുറേ അധികം ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പരീക്ഷ. ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, അതേപോലെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ്, കോർപ്പറേഷൻ അസിസ്റ്റൻ്റ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കുള്ള അസിസ്റ്റൻ്റ് പരീക്ഷ, അതേപോലെ തന്നെ നമ്മുടെ SIയുടെ പരീക്ഷ, എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പരീക്ഷ, അതേപോലെ നമ്മൾ SBCID അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന മറ്റൊരു പരീക്ഷ, ഇങ്ങനെ പ്രധാനമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് 7 പരീക്ഷകളാണ്. ഇതിൻ്റെ കൂടെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പരീക്ഷ കൂടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് 2025, 2026 കാലഘട്ടം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ 2025 ഈ പറഞ്ഞിരിക്കുന്ന തസ്തികകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ വരും. അതിൽ പ്രധാനപ്പെട്ടതൊക്കെ കുറേ അധികം വന്നു കഴിഞ്ഞു. ഇനി വരാനുള്ളതുകൾ നമ്മൾ പറഞ്ഞതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പരീക്ഷ. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്നാണ് പരീക്ഷ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾ എഴുതാൻ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് നിങ്ങളൊരു പ്രിലിംസിൻ്റെ പരീക്ഷ എഴുതുന്നു, അതിനുശേഷം നിങ്ങളൊരു മെയിൻസിൻ്റെ പരീക്ഷയിലേക്ക് നിങ്ങൾ പോകും. അങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും നമ്മുടെ എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകളും നടക്കുന്നത്. അപ്പോൾ 2025 ഏജ് ഓവറായിട്ട് പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും പരിഗണിച്ചുകൊണ്ട് 2025 അവസാനത്തോടു കൂടി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷയാണ് ഏത്? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ. അങ്ങനെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രധാനമായിട്ടും ആദ്യം നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ ഏതെന്ന് ചോദിച്ചാൽ അത് പ്രിലിംസിന്റെ പരീക്ഷയാണ്. അതിനുശേഷമാണ് നമ്മൾ മെയിൻസിന്റെ പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പോൾ മക്കളെ, നമ്മൾ 2026 പകുതിയോടുകൂടി നമ്മൾ പ്രിലിംസിന്റെ പരീക്ഷ എന്തായാലും ഉണ്ടാവും. അപ്പൊ 2026 ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ഏത്? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ. ഒരുപാട് അഡ്വൈസുകൾ പോകുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പ്രിലിംസിന്റെ പരീക്ഷയിലേക്ക് നമ്മുടെ സിലബസ് നമ്മൾ കേന്ദ്രീകരിച്ച് നോക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ഏതാണ്? മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിനാണ് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്. മക്കളെ, മാത്സ് 20 മാർക്കിന്റെ ചോദ്യങ്ങൾ, ഇംഗ്ലീഷ് 20 മാർക്ക്, മലയാളം 10 മാർക്ക്, അങ്ങനെ 50 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. ആ 50 മാർക്കിനകത്ത് നിന്നും ഒരു 46, 47 മാർക്ക് വാങ്ങിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ ആഴ്ചകളിലും മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന്റെ ക്ലാസ്സുകളുമായിട്ട് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ടൈം ടേബിൾ അറേഞ്ച് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു വേണം പഠിക്കുവാൻ. കാരണം അവിടെയാണ് നമ്മുടെ സ്കോറിംഗ് ആയിട്ടിരിക്കുന്ന പോർഷനും മാത്രമല്ല അപ്ഡേറ്റുകൾ ഇല്ലാത്ത പോർഷനും അത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ വലിയ വലിയ പ്രാധാന്യം കൊടുത്ത് സ്ഥിരമായിട്ട് നിങ്ങൾ ടൈം ടേബിൾ അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ വലിയ പ്രാധാന്യം മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് കൊടുത്തു വേണം ഓരോ ദിവസങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി എടുക്കുവാൻ എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുവാണ്. അത്തരത്തില് ഇന്ന് നമ്മൾ മാത്സിന്റെ ഒന്നാമത്തെ ഒരു ക്ലാസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുവാണ്. അപ്പോൾ മാത്സിന്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് 2026 പകുതിയോടുകൂടി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അവിടെ മാത്സിനകത്തെ സിലബസ് ആദ്യം പഠിക്കണ്ടേ? ആദ്യം നിങ്ങൾ സിലബസ് ഭംഗിയായിട്ട് പഠിക്കണം. ഏതൊക്കെ ടോപ്പിക്കുകളാണ് പരീക്ഷയ്ക്ക് വരുന്നത്, അതിനകത്ത് നിന്ന് എത്രത്തോളം ചോദ്യങ്ങൾ വരും, 2021 മുതൽ 2025 വരെ വിവിധ ഡിഗ്രി ലെവൽ പ്രിലിംസ്, മെയിൻസ് പരീക്ഷകളിൽ നടന്നുപോയ ചോദ്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു പോകണം മുമ്പോട്ട് പോകാൻ. കാരണം അത് മാത്രമേ ചോദിക്കത്തുള്ളൂ എന്നല്ല, അതാണ് നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ
കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടാണ് എല്ലാവരും എക്സാം ഹാളിലേക്ക് പോകാറുള്ളത്. അത്തരത്തിലെ 2026 ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ആദ്യമായിട്ട് സിലബസ് വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ആദ്യ ദൗത്യം എന്ന് പറയുന്നത്. അവിടെ മാത്സിനകത്ത് നിങ്ങൾക്ക് ഈ 12 ചാപ്റ്ററുകളാണ് കാണുവാൻ സാധിക്കുന്നത്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് തുടങ്ങി പ്രോഗ്രഷൻ വരെയുള്ള 12 സബ് ടോപ്പിക്കുകളാണ് മാത്സിനകത്തുള്ളത്. മെന്റൽ എബിലിറ്റി പോർഷൻ അകത്ത് 13 ചാപ്റ്റർ കണ്ടോ. അങ്ങനെ 12ഉം 13ഉം 25 ചാപ്റ്ററിൽ നിന്നുള്ള 20 ചോദ്യങ്ങൾ 20 മാർക്കാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ആ 20 മാർക്ക് നേടിയെടുക്കുക, മാത്സിനകത്തെ 20 മാർക്ക് നേടിയെടുക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിന്റെ ഒരു സീരീസ് തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ 1ാമത്തെ ക്ലാസ് ആണ് ഇത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും പേടിയുള്ള, എല്ലാവരെയും ബുദ്ധിമുട്ടിൽ ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ സാധാരണ പലിശയും കൂട്ടുപലിശയും എന്ന് പറയുന്ന ചാപ്റ്റർ. സ്വാഭാവികമായിട്ടും സാധാരണ പലിശ കൂട്ടുപലിശ എന്ന് പറയുന്ന ചാപ്റ്റർ കേൾക്കുമ്പോൾ തന്നെ ഉദ്യോഗാർത്ഥികൾക്കിടയിലെ, സാധാരണ ഏത് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഭാഗമാണ് സാധാരണ പലിശ കൂട്ടുപലിശ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ നമുക്ക് സാധാരണ പലിശ കൂട്ടുപലിശ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2021 മുതൽ 2025 വരെ വിവിധ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. മക്കളെ, 1ാമത്തെ ചോദ്യം ഇതാ പിടിച്ചു. 2021 ആദ്യ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് പോയ സമയത്ത് നമ്മൾ കണ്ട ഒരു ചോദ്യമാണ് ബോർഡിൽ കാണുന്നത്. എന്തായിരുന്നു ചോദ്യം? 2 വർഷത്തേക്ക് 10% ലഘുപലിശയിൽ, ലഘുപലിശ എന്ന് പറഞ്ഞാല് സാധാരണ പലിശയിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയ്ക്ക് 2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശയും തുല്യസംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ എടാ കൂട്ടുപലിശ എത്ര ശതമാനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പതുക്കെ ബുക്ക് എടുക്കുക. ആ ബുക്കിനകത്തേക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചു. മക്കളെ, നമ്മൾ ഈ സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ കൊണ്ടുപോയി പൈസ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയെങ്കിലും ആയിക്കോട്ടെ, 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സാധാരണ പലിശയുടെ ശതമാനം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടാ കുഞ്ഞുങ്ങളെ 2x ആണ് ഉത്തരം. അതായത് 4% ആണെങ്കിൽ 2 × 4 8% എന്ന് വരും. 10% ആണെങ്കിൽ 2 × 10 20% എന്ന് വരും. എത്ര ശതമാനമാണോ അതിനെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 2 വർഷത്തെ സാധാരണ പലിശയുടെ ആകെ ശതമാനം നമുക്ക് കിട്ടും. ഇനി 2 വർഷം കൊണ്ട് കിട്ടുന്ന കൂട്ടുപലിശ എത്ര ശതമാനമാകുമെന്ന് ചോദിച്ചാൽ എഴുതിയെടുത്തോ, 2x പ്ലസ് x² / 100% ആണ് അതിന്റെ ഉത്തരം. ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. 2x പ്ലസ് x² / 100%. ഒരിക്കൽ കൂടി പറയുന്നു, 2x എഴുതിയെടുത്തു, 2x പ്ലസ് x² / 100% ആണ് 2 വർഷം കൊണ്ട് കിട്ടുന്ന ആകെ കൂട്ടുപലിശ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദ്യകർത്താവ് പറയുന്നു 10% സാധാരണ പലിശയുടെ നിരക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും 10% 2 വർഷം കൊണ്ട് 2x കിട്ടും. അതായത് 2 × 10 2 × 10 2 × 10 എന്ന് പറഞ്ഞാല് 21% കിട്ടും എന്നർത്ഥം അല്ലേ? അതായത് 10% പലിശ നിരക്കെങ്കിൽ 2 വർഷം കൊണ്ട് കിട്ടുന്ന ആകെ പലിശ നിരക്കെന്ന് പറഞ്ഞാല് 21% മനസ്സിലായി. ഇനി ഇതേ 21% കൂട്ടുപലിശയിലും വരണം. അങ്ങനെയാണെങ്കിൽ ആ കൂട്ടുപലിശയുടെ ശതമാനം എത്ര എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ
9.75. ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 10.15, ഓപ്ഷൻ ഡി 10.5. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങളൊരു പണി ചെയ്യേണ്ടതെന്ന് അറിയോ? തന്നിരിക്കുന്ന ഓരോ ഓപ്ഷൻ വെച്ച് ചെയ്തു നോക്കിയാൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുവാൻ സാധിക്കും. ഓരോ ഓപ്ഷൻ വെച്ച് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. അപ്പൊ ഇതിനകത്ത് ഏതെടുക്കും എന്നുള്ളതല്ലേ നിങ്ങളുടെ സംശയം. മക്കൾ, ഇതിനകത്ത് നല്ലൊരു സംഖ്യ, ഒരു എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 10 അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം 10 വെച്ച് ചെയ്ത് നോക്കാം. നമുക്ക് 21% കിട്ടുവാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ ഒരു നല്ല സംഖ്യ എന്ന് പറഞ്ഞാൽ 10.5 അല്ലേ? അത് വെച്ച് ചെയ്യാം. അതിലും കിട്ടിയില്ലെങ്കിൽ 10.15 ചെയ്യാം. അതിലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനത്തെ ഓപ്ഷനിലേക്ക് പോവാം. അതാണ് നല്ലത്. ഇങ്ങനെ നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യണം. അവിടെ കിടക്കുന്ന ആ എണ്ണൽ സംഖ്യ ഉണ്ടല്ലോ, അത് വെച്ച് ആദ്യം ചെയ്യുക. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എൻ്റെ മുമ്പിൽ കിടക്കുന്ന എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 10%. ആ വാല്യൂ അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ 2 × 10 20 പ്ലസ് 10ന്റെ സ്ക്വയർ 100, 100/100 1, 20 ഒന്നും കൂടെ കൂട്ടിയാൽ 21%. സെറ്റ്. കണ്ടോ, പരിപാടി കഴിഞ്ഞു. ഇത്രയും ചെയ്താൽ മാത്രം മതി. അപ്പൊ ഉത്തരം 21% വരുന്ന രീതിയിലെ കൂട്ടുപലിശയുടെ ശതമാനം എത്ര എന്ന് ചോദിച്ചാൽ കണ്ണം പൂട്ടി ആൻസർ പറയാം. 10% റൈറ്റ് ആൻസർ. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞത്. ഇതിന്റെ സിമ്പിൾ മെത്തേഡ് നിങ്ങൾ വൃത്തിയായിട്ട് ഒരു ബുക്കിനകത്തേക്ക് നോട്ട് ചെയ്യുക. നാളെ നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത്. സോ ഈ ഒരു ചോദ്യം നിങ്ങൾ തള്ളിക്കളയാൻ പാടില്ല. 2021 നമ്മൾ പരീക്ഷ എഴുതിയപ്പോൾ നമ്മൾ കണ്ട ആദ്യ ചോദ്യമായിരുന്നു ഇത്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പതിയെ പോകാം. രണ്ടാമത്തെ ചോദ്യം 2021 രണ്ടാം ഘട്ട പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് നിങ്ങൾക്ക് അവിടെ ബോർഡിൽ കാണാൻ സാധിക്കുന്നത്. എന്താണ്? കിരൺ ഒരു സ്വകാര്യ സാമ്പത്തിക സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം 12% വാർഷിക പലിശ നിരക്കിലെ 50,000 രൂപ അർദ്ധവാർഷിക കാലയളവില് സംയുക്തമായിട്ട് എന്ന് പറഞ്ഞാല് കൂട്ടുപലിശ. സംയുക്ത പലിശ എന്ന് പറയുമ്പോൾ അത് ട്രാൻസ്ലേഷന് വരുന്ന ഒരു എററാണ്. കൂട്ടുപലിശയാണ്. സംയുക്ത പലിശ എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം കൂട്ടുപലിശയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ വായിച്ചു മനസ്സിലാക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ഇവിടെ കൂട്ടുപലിശയാണെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്ക് ആണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്ക് ആണ്. അവിടെ ഒരു വർഷത്തിന് ശേഷം കിരണിന് ലഭിക്കുന്ന തുക എത്രടാ കുഞ്ഞുങ്ങളെ എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും നിങ്ങളെ പല മെത്തേഡുകൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിലെ എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറയുന്ന മെത്തേഡാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മെത്തേഡാണ്. എന്തുവാ? 1 2 1 1 3 3 1 1 4 6 4 1 എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിന്റെ ചോദ്യങ്ങളാണെങ്കിൽ ആ കോഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത് എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരും. നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കരുത്. ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതിയെടുത്തോണം. ചുമ്മാ കേട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു ബുക്കിനകത്തേക്ക് എഴുതിയെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് ഈ ഭാഗമേ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. തറവായിട്ട് നിങ്ങളുടെ മനസ്സിൽ സെറ്റാവും. അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ, അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്ക് ആണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പകുതി എടുക്കണം. എഴുതിയെടുക്കണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പകുതി എടുക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12, അതിന്റെ പകുതി 12ന്റെ പകുതി 6, 12ന്റെ പകുതി 6. ഒന്നാമത്തെ പരിപാടി അവിടെ നിൽക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? പലിശ നിരക്കിന്റെ പകുതി എടുക്കുക. കിട്ടുമല്ലോ. ഇനി ചെയ്യേണ്ടത് ആ വർഷം ഉണ്ടല്ലോ, എത്ര വർഷം കഴിയുമ്പോൾ ഉള്ളതാ ചോദിച്ചത്? 1 അല്ലായിരുന്നു. അപ്പോൾ അതിനെ 2 കൊണ്ട് ഗുണിക്കണം.
തന്നിരിക്കുന്ന വർഷത്തിനെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഒന്നും കൂടെ പറയാം, പലിശ നിരക്കിന്റെ പകുതി എടുക്കുക, വർഷത്തിന്റെ ഇരട്ടി എടുക്കുക. ഒന്നും കൂടെ, പലിശ നിരക്കിന്റെ പകുതി എടുക്കുക, വർഷത്തിന്റെ ഇരട്ടി എടുക്കുക. 1ന്റെ ഇരട്ടി എത്ര? 1ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2. അപ്പോ 2 വർഷത്തിന്റെ കോഡ് എടുക്കണം. 2 വർഷത്തിന്റെ കോഡ് 121 അല്ലേ? 2 വർഷത്തിന്റെ കോഡ് 121 അല്ലേ? നമ്മൾ അങ്ങനല്ലേ പഠിച്ചിട്ടുള്ളത്. 3 ആണെങ്കിൽ 1331, 4 ആണെങ്കിൽ 14641 അല്ലേ? അപ്പോൾ വർഷം 1 ആയിരുന്നു, 1ന്റെ ഇരട്ടി 2. 2 വർഷത്തിന്റെ കോഡ് എടുക്കണം. 2 വർഷം എന്ന് പറഞ്ഞാൽ 121 ആണ് മക്കളെ. 121 എന്ന് എഴുതണം. 121 എന്ന് എഴുതണം. നിക്ഷേപിച്ച തുക എത്രയാണോ അത് ആദ്യത്തെ സംഖ്യയുടെ താഴെ എഴുതുക. നിക്ഷേപിച്ചത് 50,000. എടാ 50,000 ആദ്യത്തെ സംഖ്യയുടെ താഴെ എഴുതുക. 50,000 എഴുതി വെക്ക്. 50,000 എഴുതി വെച്ചു. എന്നിട്ട് അതിന്റെ 6% എടുത്ത് തൊട്ടപ്പുറത്ത് എഴുതുക. 50,000ന്റെ 6% എത്ര? 50,000ന്റെ 6% എന്താണ് നോക്ക്. 50,000ന്റെ 6% എന്ന് പറഞ്ഞാൽ 6/100 കൊണ്ട് ഗുണിക്കുക. 50,000ന്റെ 6% എടുക്കണം. താഴെ കിടക്കുന്ന 2 0, മേളിൽ കിടക്കുന്ന 2 0 കട്ടായി പോയി. 500നെ 6 കൊണ്ട് ഗുണിക്കുക. പകരം 5നെ 6 കൊണ്ട് ഗുണിച്ച് 2 0 ഇട്ട് കൊടുത്താൽ മതി. 5നെ 6 കൊണ്ട് ഗുണിച്ചാൽ 30. 2 0 ഇട്ട് കഴിഞ്ഞാൽ 3000 എന്ന് വരും. 3000 എന്ന് വരും. 3000 എന്ന് വരും. ആ 50,000ന്റെ 6% 3000 ഉണ്ടല്ലോ. ആ 3000 എടുത്ത് നിങ്ങൾ രണ്ടാമത്തെ സംഖ്യയുടെ താഴെ എഴുതുക. അതായത് ആ 3000 ഇവിടോട്ട് നിങ്ങൾ അങ്ങോട്ട് എഴുതി വെക്കണം. എന്നിട്ട് ആ 3000ന്റെ വീണ്ടും 6% എടുക്കുക. 3000ന്റെ 6% എടുത്തു കഴിഞ്ഞാല് താഴെ കിടക്കുന്ന 2 0 മേളിൽ കിടക്കുന്ന 2 0 കട്ടായി പോയി. 30നെ 6 കൊണ്ട് ഗുണിച്ചാൽ 3 6 18, ഒരു 0 കൂടെ ചേർത്ത് എഴുതിയാൽ 180 എന്ന് വരും. ആ 180 നിങ്ങൾ താണ്ട് ഇവിടോട്ട് എഴുതുക. കണ്ടോ? ഒന്നും കൂടെ പറയാം. അതായത് പലിശ നിരക്കിന്റെ പകുതി എടുക്കുക, വർഷത്തിന്റെ ഇരട്ടി എടുക്കുക. വർഷത്തിന്റെ ഇരട്ടി എടുക്കുമ്പോൾ 2 ആണ് കിട്ടുന്നതെങ്കിൽ 2 വർഷത്തിന്റെ കോഡ് എടുക്കുക. 3 ആണെങ്കിൽ 3 വർഷത്തിന്റെ കോഡ് എടുക്കുക. നമുക്കിവിടെ 1 വർഷം, അതിന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 2 വർഷത്തിന്റെ കോഡ് 121 ആണ്. എടാ കുഞ്ഞുങ്ങളെ 121 എന്ന് എഴുതുക. 50,000 ആദ്യ സംഖ്യയുടെ താഴെ എഴുതുക. അതിന്റെ 6% 3000 എടുത്ത് തൊട്ടപ്പുറത്ത് എഴുതുക. ആ 3000ന്റെ 6% എടുത്ത് അപ്പുറത്തേക്ക് എഴുതുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സംഖ്യകൾ തമ്മിൽ പരസ്പരം ഗുണിക്കുക. 50,000നെ 1 കൊണ്ട് ഗുണിച്ചാലേ 50,000 എന്ന് വരും. എടാ 3000നെ 2 കൊണ്ട് ഗുണിച്ചാല് 6000 എന്ന് വരും. 180നെ 1 കൊണ്ട് ഗുണിച്ചാല് 180 എന്ന് വരും. ഇനി ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയാൽ നമ്മളുടെ ഉത്തരം പക്ക റെഡിയായി. അതായത് 50,000ന്റെ കൂടെ 6000 കൂട്ടിയാൽ 56,000 എന്ന് വരും. എടാ 56,000ന്റെ കൂടെ ഒരു 180 കൂടെ കൂട്ടിയാല് 56,180. 56,180. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്ത് അവസാനിപ്പിക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. അങ്ങനെ 2021 2 ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ചോദ്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് വിത്തിൻ സെക്കൻഡ്സ് ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നേരെ 2022 ആദ്യഘട്ട പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. 2022 ആദ്യഘട്ട പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം നിങ്ങൾ നോക്കിക്കേ. ഈ മെമ്മോറിയൽ ട്രസ്റ്റ് ഡൊണേറ്റ്സ് റുപ്പീസ് എത്ര 0 ഉണ്ട്? 3 2 5 1 6 0 10 ലക്ഷം. 1 കഴിഞ്ഞിട്ട് 6 0 വരുന്ന സംഖ്യ പറയുന്ന പേര് 10 ലക്ഷം. 10 ലക്ഷം ടു എ സ്കൂൾ. ഒരു സ്കൂളിലേക്ക് ഒരു മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞാല് ആ സ്കൂളിൽ നിന്നും പഠിച്ചു പോയ കുട്ടികൾ ചേരുന്ന ഒരു സംഘടന, അതായത് മെമ്മോറിയൽ ട്രസ്റ്റ്. അവര് ഒരു 10 ലക്ഷം രൂപ ആ സ്കൂളിലേക്ക് അവർ കൊടുത്തിട്ട് അവർ ഒരു കാര്യം പറയുന്നു.
the interest on which is to be used for awarding 3 scholarships to students obtaining first 3 positions in the school examination every year. 10 ലക്ഷം രൂപ കൊടുത്തിട്ട് പറയുന്നു നിങ്ങളിത് ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുക, അപ്പോൾ ബാങ്കിൽ നിന്ന് പലിശ കിട്ടും. ആ പലിശ ഓരോ വർഷവും ഓരോ വർഷവും ഫൈനൽ എക്സാമിന് ആദ്യത്തെ 3 സ്ഥാനം വരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പായിട്ട് നിങ്ങൾ കൊടുക്കുക. ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്, തേർഡ് പ്ലേസ്. സമ്മതിച്ചു. ഇഫ് ദ ഡൊണേഷൻ ഏൺസ് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 12% പെർ ആനം, അതായത് ഇപ്പോൾ നമ്മൾ കൊടുത്ത 10 ലക്ഷം രൂപ ആ സ്കൂളിലേക്ക് കൊടുത്തത് കൊണ്ട് ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് എന്തോ കിട്ടും? 12% കിട്ടും പലിശയായിട്ട്. 12% പലിശയായിട്ട് കിട്ടും. അങ്ങനാണെങ്കിൽ 10 ലക്ഷത്തിന്റെ 12% കണ്ടുപിടിക്കണ്ടേ? 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 6 0, 1 2 3 4 5 6 0. അതിൻ്റെ 12% നമുക്ക് പലിശയായിട്ട് കിട്ടും. താഴെ കിടക്കുന്ന 2 0, മേളിൽ കിടക്കുന്ന 2 0 കട്ടായിപ്പോയി. ബാക്കി 4 0. 12 കഴിഞ്ഞിട്ട് 4 0 വരും. ഇതിന് നമ്മൾ എന്താണ് പറയുന്നത്? 1,20,000 എന്ന് പറയും. അപ്പോൾ പലിശയായിട്ട് കിട്ടുന്നത് 1,20,000 രൂപയാണ് ഒരു വർഷം കഴിയുമ്പോൾ ബാങ്ക് പലിശയായിട്ട് സ്കൂളിന് കൊടുക്കുന്നത്. ഈ പലിശയാണ് നമ്മൾ ആ സ്കൂളിലെ ഫൈനൽ എക്സാമിന് 1ാം സ്ഥാനം കിട്ടിയ കുട്ടിക്കും 2ാം സ്ഥാനം കിട്ടിയ കുട്ടിക്കും 3ാം സ്ഥാനം കിട്ടിയ കുട്ടിക്കും കൊടുക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദ്യകർത്താവ് പറയുന്നത് നോക്കിക്കോണേ, ആൻഡ് ദ വാല്യൂസ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് സ്കോളർഷിപ്പ്. സെക്കൻഡ് 40,000, തേർഡ് 25,000. അങ്ങനാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ, ഫസ്റ്റ് സ്കോളർഷിപ്പ് എത്ര? അതായത് ഫസ്റ്റ് പ്ലേസ് കിട്ടുന്ന കുട്ടിക്ക് എത്ര രൂപ നിങ്ങൾ കൊടുക്കുമെന്നാണ് ചോദിച്ചത്. സെക്കൻഡ് പൊസിഷനിൽ വരുന്ന കുട്ടിക്ക് 40,000 രൂപ സ്കോളർഷിപ്പ് കിട്ടും. തേർഡ് പൊസിഷനിൽ വരുന്ന കുട്ടിക്ക് 25,000 രൂപ സ്കോളർഷിപ്പ് കിട്ടും. അപ്പോൾ തന്നെ 40,000 25,000 കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 65,000 രൂപ ചെലവായില്ലേ? 65,000 രൂപ ഈ 2 കുട്ടികൾക്ക് കൊടുക്കത്തില്ലേ? ബാക്കിയുള്ള പൈസ എത്രയാണോ അത് 1ാം സ്ഥാനം വരുന്ന കുട്ടിക്ക് കിട്ടും. അതായത് 1,20,000 നിന്ന് സെക്കൻഡ് പ്ലേസിന്റെ 40,000 തേർഡ് പ്ലേസിന്റെ 25,000 കൂടെ ചേരുമ്പോൾ 65,000 രൂപ നമ്മൾ കുറച്ച് നോക്കിയാൽ പോരെ. അങ്ങനെ 65,000 കുറച്ച് കഴിഞ്ഞാൽ 0 ൽ നിന്ന് 0 കുറച്ച 0 0 0, 10 ൽ 5 കുറച്ച 5, പിന്നെ അവിടെ 11 ഉള്ളൂ. 11ൽ നിന്ന് 6 കുറച്ച 5 വരും. ഉത്തരം 55,000. അതായത് 55,000 രൂപയാണ് 1ാം സ്ഥാനം വന്ന കുട്ടിക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ച നല്ലൊരു ഇടിവെട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു 2022 പ്രിലിംസിന്റെ ആദ്യഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. ദാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. 2022 2ാം ഘട്ട പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. ദാ പിടിച്ചോ, ചോദ്യം വായിക്കട. 2 വർഷത്തേക്ക് ഒരു നിശ്ചിത തുകയുടെ 4% കൂട്ടുപലിശ 2,448 ആണെങ്കിൽ അതേ കാലയളവിലെ അതേ നിരക്കിലുള്ള അതേ തുകയുടെ ലളിതമായ പലിശ എത്ര? സാധാരണ പലിശ എത്ര? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ എത്ര? അല്ലെങ്കിൽ ലഘുവായ പലിശ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കറിയാം കൂട്ടുപലിശ 2,448 അല്ലേ? കൂട്ടുപലിശ 2,448 ആണെന്ന് ചോദ്യകർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് സമ്മതിച്ചു. ശതമാനം എന്ന് പറയുന്നത് 4 ആണെന്ന് പറഞ്ഞു. ഞാൻ ഈ ക്ലാസിന്റെ തുടക്കത്തിലെ നിങ്ങളോട് പറഞ്ഞായിരുന്നു
2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശയുടെ ആകെ ശതമാനം എന്ന് പറയുന്നത്, എടാ കുഞ്ഞുങ്ങളെ, 2x പ്ലസ് എക്സ് സ്ക്വയർ ബൈ 100% അല്ലേടാ, ആണ് അല്ലേ? 2 വർഷം കൊണ്ട് കിട്ടുന്ന കൂട്ടുപലിശയുടെ ആകെ ശതമാനം എന്ന് പറയുന്നത് 2x പ്ലസ് എക്സ് സ്ക്വയർ ബൈ 100 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ പലിശ 4 അല്ലേ? അപ്പൊ നമ്മൾ അവിടെ കൊടുക്കാം. 2ഉം 4ഉം കൂടെ ഗുണിച്ചാൽ എത്ര? 2x എന്ന് പറഞ്ഞാൽ 2 × 4 8 പ്ലസ് 4ന്റെ സ്ക്വയർ 16. 16നെ 100 കൊണ്ട് ഹരിച്ചാൽ, 16നെ 100 കൊണ്ട് ഹരിച്ചാൽ, എടാ 16നെ 100 കൊണ്ട് ഹരിച്ചാൽ 0.16 അല്ലേ? 16നെ 100 കൊണ്ട് ഹരിച്ചാൽ 0.16. അതായത് 2 വർഷം കൊണ്ട് 8.16% കിട്ടും. 2 വർഷം കൊണ്ട് കിട്ടുന്ന ആകെ കൂട്ടുപലിശ എന്ന് പറയുന്നത് 8.16%. അത് തന്നിട്ടുണ്ട് 2448. അപ്പോൾ 8.16% എന്ന് പറയുന്നത് 2448 ആണെന്ന് ചോദ്യകർത്താവ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് അതേ കാലയളവ്, അതായത് 2 വർഷത്തെ സാധാരണ പലിശ എത്ര? 2 വർഷത്തെ സാധാരണ പലിശ, 2 വർഷത്തെ സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ 2x അല്ലേ? അപ്പൊ കണ്ടുപിടിക്കേണ്ടത് 2xന്റെ വില എത്ര? എക്സ് എന്ന് പറഞ്ഞാൽ 4%. അപ്പോ എക്സ്, കാരണം പലിശ നിരക്ക് സെയിമാ. പലിശ നിരക്ക് കണ്ട അതേ നിരക്ക്, പലിശ നിരക്ക് സെയിം ആയതുകൊണ്ട് സാധാരണ പലിശയും 4% തന്നെയാണ്. അപ്പൊ 2 വർഷം കൊണ്ട് 2x 2 × 4 8% കിട്ടും. അപ്പോൾ 8% കണ്ടുപിടിക്കേണ്ടത്. 8% കണ്ടുപിടിക്കേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. 8.16% 2448 ആണെങ്കിൽ 8% എത്ര? 8% എത്ര എന്നാണ് ചോദിച്ചത്. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കടാ. ക്രോസ് ആയിട്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് 8ഉം 2448 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് 8.16. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. ഇവിടെ പോയിന്റ് മാറ്റാൻ തീർച്ചയായിട്ടും നമുക്ക് താഴെ 100 കൊണ്ട് ഗുണിക്കണ്ടേ? താഴെ 100 കൊണ്ട് ഗുണിക്കണ്ടേ? അപ്പോൾ താഴെ 100 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ ഇതാണ്, നോക്കിക്കോണേ. താഴെ 100 കൊണ്ട് ഗുണിച്ചാൽ താഴത്തെ പോയിന്റ് മാറി. അപ്പോൾ നമ്മൾ പകരം എന്ത് ചെയ്യണം? മേളിൽ 100 കൊണ്ട് ഗുണിക്കണം. താഴെ 100 കൊണ്ട് ഗുണിച്ചാല് മുകളിലും 100 കൊണ്ട് ഗുണിക്കണം. അത് മാത്സിന്റെ നിയമമാണ്. ഇനി നിങ്ങൾ പതുക്കെ വെട്ടിക്കേ. ഇവിടെ നോക്കിക്കേ മക്കളെ, ദാണ്ട്ര ഇവിടെ ശ്രദ്ധിച്ചോണേ. ഈ കിടക്കുന്ന 8ഉം ഈ കിടക്കുന്ന 816 കൂടെ 8 കൊണ്ട് വെട്ടാം. 8 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 8 കൊണ്ട് ഹരിക്കുക. 8നെ 8 കൊണ്ട് ഹരിച്ച 1. 816നെ 8 കൊണ്ട് ഹരിച്ചാല് 1 8 8 2 8 16 102 എന്ന് വരും. കണ്ടോ, 102 എന്ന് വരും. സോ അവിടെ വരെയായി. ഇനി നോക്കിക്കോണേ, ഈ 102ഉം ഈ 100ഉം കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെട്ടാം. ഒന്നുകിൽ അങ്ങനെ വെട്ടാം, അല്ലെങ്കിൽ ഈ 102ഉം 2448 കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കൊണ്ട് ഒരു തവണ വെട്ടാം. അപ്പൊ ഒന്ന് ചെറുതാവും. പിന്നെയും വെട്ടാൻ പറ്റുവാണെങ്കിൽ അന്നേരം വെട്ടിയാൽ മതി. നമുക്ക് ആദ്യം 2 കൊണ്ടൊന്ന് വെട്ടി നോക്കാം. നമ്മൾ തുടക്കക്കാരാണ്, 2 കൊണ്ട് വെട്ടാം. മക്കളെ, 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. എടാ 102നെ 2 കൊണ്ട് ഹരിച്ചാൽ 51. 2448നെ 2 കൊണ്ട് ഹരിച്ചാല് 1 2 2 2 2 4 2 2 4 8ന്റെ പകുതി 4 1224 എന്ന് വരും. 1224 എന്ന് വരും. സ്വാഭാവികമായിട്ടും
ഇവിടെ പോയിന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ കിടക്കുന്ന സംഖ്യയുടെ ഏതെങ്കിലും ഒരു ഗുണിതമായിരിക്കും 1124 എന്ന് കോമൺ സെൻസ് കൊണ്ട് ആലോചിക്കണം. അതായത് 1224 കൃത്യം 51 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 1224 51 കൊണ്ട് ഹരിച്ച എത്ര നോക്കിക്കോണേ. 1224 51 കൊണ്ട് ഹരിച്ചാൽ എന്തായാലും 51 രണ്ടാമത്തെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 102. 102 എഴുതി വെച്ചു. 2 2 കുറച്ചാൽ 0. 12 10 കുറച്ചാൽ 2 വരും. അവസാനത്തെ 4 താത്തിറക്കി 204 ആയി. 51 4 കൊണ്ട് ഗുണിച്ചാൽ കറക്റ്റ് 204 സെറ്റ്. അതായത് 51 24ാമത്തെ മൾട്ടിപ്പിൾ ആണ് 1224 എന്ന് പറയുന്നത്. ഒന്നും കൂടെ 51 24ാമത്തെ ഗുണിതമാണ് 1224. കഴിഞ്ഞു. 24 100 കൊണ്ട് ഗുണിച്ചാൽ മതി. എടാ 24 100 കൊണ്ട് ഗുണിച്ചാല് 2400 എന്ന് വരും അതിന്റെ റൈറ്റ് ആൻസർ. കണ്ടോ, ഇതായിരുന്നു നമ്മള് 2022 ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷ എഴുതാൻ പോയപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. കണ്ടോ, അതായത് 2 വർഷം കൊണ്ട് കിട്ടുന്ന ആകെ കൂട്ടുപലിശ എന്ന് പറയുന്നത് 2x + x² ആണെന്നുള്ള ചോദ്യം വീണ്ടും നിങ്ങളുടെ മുമ്പിലെ പലതവണ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ദാ പിടിച്ചോ, നോക്കിക്കോണേ. ഒരു നഗരത്തിലെ ജനസംഖ്യ ഓരോ വർഷവും 50% വർദ്ധിക്കുന്നു. ഇപ്പോഴത്തെ ജനസംഖ്യ 65,400 ആണെങ്കിൽ എടാ മക്കളെ, ഒരു വർഷം മുമ്പ് എത്രയായിരുന്നു എന്നാണ് ചോദിച്ചത്. ഒരു വർഷം മുമ്പുള്ള ജനസംഖ്യയാണ് നമുക്ക് വേണ്ടത്. ഒരു വർഷം മുമ്പുള്ള ജനസംഖ്യയാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സുകൊണ്ട് ആലോചിക്കണം. ഒരു വർഷം മുമ്പുള്ള ജനസംഖ്യ എക്സ് ആണെന്ന് അങ്ങ് എടുക്കാം. നമുക്ക് ഒരു വർഷം മുമ്പുള്ള ജനസംഖ്യ എക്സ് ആണെന്ന് കരുതാം. അതിൻ്റെ കൂടെ 9% വർദ്ധിക്കുമ്പോഴാണല്ലോ ഇപ്പോഴത്തെ ജനസംഖ്യ വരുന്നത്. ഒരു വർഷം മുമ്പ് എത്രയുണ്ടായിരുന്നോ അതിൽ നിന്നും 9% വർദ്ധിക്കുമ്പോഴായിരിക്കുമല്ലോ പുതിയ ജനസംഖ്യ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം മുമ്പുള്ള ജനസംഖ്യ എക്സ് ആണെന്ന് കരുതാം. അതിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ 9% വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ 109% മാറും. 10% വർദ്ധിച്ചാൽ 110% ആകും. 15% വർദ്ധിച്ചാൽ 115% ആകും. 8% വർദ്ധിച്ചാൽ 108% ആകും. 4% വർദ്ധിക്കുകയാണെങ്കിൽ 104% ആകും. ഇവിടെ 9% വർദ്ധിച്ചാല് 109% ആകും. അങ്ങനെ ഒരു വർഷം മുമ്പ് എക്സ് 109% ആവുമ്പോൾ ഇപ്പോഴത്തെ ജനസംഖ്യ ഇപ്പോഴത്തെ എത്ര? ഇപ്പോഴത്തത് 65,400. കണ്ടോ, ഇതാണ് 65,400 എന്ന് പറയുന്നത്. കണ്ടോ, ഒരു വർഷം മുമ്പ് എത്ര ഉണ്ടായിരുന്നോ അതിൻ്റെ 9% വർദ്ധിച്ചുകൊണ്ടാണ് പുതിയ ജനസംഖ്യ ഉണ്ടായത്. അതാണ് 65,400 എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ എക്സ് കണ്ടുപിടിച്ചാൽ മതി. സോ എക്സ് കണ്ടുപിടിക്കാൻ 65,400 അപ്പുറത്ത് കിടക്കുന്നു. 109/100 നമ്മൾ അപ്പുറത്തേക്ക് പറഞ്ഞു വിടുവാണെങ്കിൽ 100/109 ആയിട്ട് മാറും. കണ്ടോ, തിരിച്ചിട്ട് ഗുണിച്ചാൽ പോരെ. ഇവിടെ കിടക്കുന്ന ഒരു സാധനത്തിനെ അപ്പുറത്തേക്ക് പറഞ്ഞു വിടുവാണെങ്കിൽ തിരിച്ചിട്ട് ഗുണിക്കുക എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കണ്ടോ, ഇവിടെ നോക്കിക്കോണേ. ഈ 109ന്റെ 6ാമത്തെ മൾട്ടിപ്പിൾ ആണ് 654. ഡൗട്ട് ഉണ്ടെ ചെയ്ത് നോക്കൂ. 109ന്റെ 6ാമത്തെ മൾട്ടിപ്പിൾ ആണ് 654. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ 600 മാറി. 600നെ വീണ്ടും 100 കൊണ്ട് ഗുണിക്കുക. 600നെ 100 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞ 2 0 ഇട്ട് കൊടുത്താൽ മതി. ഉത്തരം 60,000 എന്ന് വരും.
അതായത് ഓപ്ഷൻ സി ആയിരുന്നു അതിൻ്റെ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഇതായിരുന്നു നമുക്ക് 2022 നമ്മുടെ സീനിയർ സൂപ്രണ്ടൻ എന്ന് പറയുന്ന ഡിഗ്രി ലെവൽ മെയിൻസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ക്ലാസ്സിൽ ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിലെ ഭംഗിയായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇങ്ങനെ നമ്മളെ കൊണ്ട് എല്ലാ ചോദ്യങ്ങളും പരീക്ഷകൾ ചെയ്തെടുക്കുവാൻ സാധിക്കും മക്കളെ. അതാണ് വസ്തുത. അതാണ് ഇവിടെ നോക്കിയേ, ഇത് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നതാണ് ഇപ്പൊ നമ്മുടെ നിലവിൽ നമ്മുടെ ലൈവായിട്ട് നിൽക്കുന്ന നോട്ടിഫിക്കേഷനാണ് അല്ലേ. എക്സൈസ് ഇൻസ്പെക്ടർ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. 2022 നമ്മൾ പരീക്ഷ എഴുതിയപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് സാധാരണ പലിശ, കൂട്ടുപലിശ എന്ന് പറയുന്ന നമ്മുടെ സിലബസിനകത്ത് 5ാമത് കിടക്കുന്ന ആ ഒരു ടോപ്പിക് എന്ന് ചോദിച്ച ചോദ്യം ദാ പിടിച്ചോ. ഇഫ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ certain sum for 2 years at 5% per annum is 2050. ഒരു നിശ്ചിത തുകയ്ക്ക് ഏതോ ഒരു ശതമാനം നിരക്കിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2050. അപ്പോൾ 5% ആയതുകൊണ്ട് മക്കളെ 5% ആയതുകൊണ്ട് 2 വർഷം കൊണ്ട് കിട്ടുന്ന ആകെ കൂട്ടുപലിശ എന്ന് പറയുന്നത് എന്താണ്? 2x + x² / 100% അല്ലേ? നമ്മളിപ്പം പഠിച്ചതല്ലേ. 2 വർഷം കൊണ്ട് കിട്ടുന്ന ആകെ കൂട്ടുപലിശയുടെ ശതമാനം എന്ന് പറയുന്നത് 2x + x² / 100% ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പറയും, ഇതാണ്ട നോക്കിക്കോണേ, 2x + x² / 100%. എക്സിന്റെ വാല്യൂ 5. അപ്പൊ 2x എന്ന് പറഞ്ഞാല് 2 × 5 10 പ്ലസ് 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. ആ 25നെ 100 കൊണ്ട് ഹരിക്കണം. 25നെ 100 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാ പോരെ. അങ്ങനാണെങ്കിൽ 0.25 എന്ന് വരും. 10ഉം 0.25 കൂടെ കൂട്ടി എത്ര? 10.25 എന്ന് വരും. അതായത് 2 വർഷം കൊണ്ട് കിട്ടുന്ന ആകെ കൂട്ടുപലിശയുടെ ശതമാനം എന്ന് പറയുന്നത് 10.25%. അപ്പോൾ നമ്മൾ പറയും 10.25% ആണ് ഏത്? 2050 ആണോ? ആണ്. കണ്ടുപിടിക്കേണ്ടത് അതേ കാലയളവിലെ അതേ ശതമാനം നിരക്കിലുള്ള സാധാരണ പലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രടാ പിള്ളേരെ? 2 വർഷം കൊണ്ട് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 2x അല്ലേ? അപ്പോൾ 2x എന്ന് പറഞ്ഞാല് 2 × 5 10 അല്ലേ? 10 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 10% കണ്ടുപിടിക്കേണ്ടത്. 10% കണ്ടുപിടിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്താൽ മതി? ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ പോരെ. ക്രോസ് ആയിട്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. ഇവിടെ 2 എണ്ണം ഉള്ളത് 10ഉം 2050 അല്ലേ? 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 1 എണ്ണം ഉള്ളത് ആരാണ്? 1 എണ്ണം ഉള്ളത് 10.25 അല്ലേ? 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. വെട്ടിക്കൂ. സ്വാഭാവികമായിട്ടും താഴെ 2 ദശാംശ സ്ഥാനം കിടപ്പില്ലേ? ആ 2 ദശാംശ സ്ഥാനം മാറണമെങ്കിൽ താഴെ 100 കൊണ്ട് ഗുണിക്കണം. താഴെ 100 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ താഴെ 100 കൊണ്ട് ഗുണിച്ചാല് 10.25 എന്നുള്ളത് 1025 ആയിട്ട് മാറി. പകരം മുകളിലും നമ്മൾ 100 കൊണ്ട് ഗുണിക്കുക. പകരം മുകളിലും 100 കൊണ്ട് ഗുണിച്ചു. അവിടെ 1025ന്റെ
രണ്ടാമത്തെ ഗുണിതമാണ് 2050. 1025ന്റെ രണ്ടാമത്തെ ഗുണിതമാണ് 2050. ശരിയല്ലേ? 1025നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2050 കിട്ടും. ഇനി നോക്കിക്കോണേ, 100ഉം 10ഉം കൂടെ ഗുണിച്ചാൽ 1000. 1000നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 1000നെ 2 കൊണ്ട് ഗുണിച്ചാല് 2000 എന്ന് വരും ആൻസർ. സിംപ്ലി ഉത്തരം 2000 എന്ന് വരും ആൻസർ. ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന സാധാരണ പലിശ കൂട്ടുപലിശ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2021 2022 കാലയളവില് വിവിധ പരീക്ഷകളിൽ ചോദിച്ചു പോയ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ പരിചയപ്പെട്ടില്ലേ? ഇത്തരം ചോദ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ട സമയത്ത് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ? കാരണം നമ്മൾ വളരെ പെട്ടെന്ന് എളുപ്പത്തിലല്ലേ ചെയ്തു മാറിയത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇങ്ങനെ ഓരോ ചാപ്റ്ററുകള് സിലബസിന്റെ അടിസ്ഥാനത്തില് ഓരോ ചാപ്റ്ററുകൾ 2021 മുതൽ 2025 വരെയുള്ള PYQs നിങ്ങൾ ചെയ്തു പഠിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത്തരത്തിലെ വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ പരമാവധി ഉദ്യോഗാർത്ഥികളെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയുടെ റാങ്ക് പട്ടിക വരുമ്പോൾ കേരളത്തിലുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതേപോലെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റി പോലെയുള്ള ഗുസാറ്റ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലെ നിങ്ങളുടെ സേവനം സാന്നിധ്യമാക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വേണ്ടി മാത്രമായിട്ട് ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള മെയിൻസ് പരീക്ഷ വരെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് പ്രിലിംസിന്റെ പരീക്ഷയായിരിക്കും. അതിനുശേഷം നമ്മൾ മെയിൻസിന്റെ പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2026 നിങ്ങളുടെ ജീവിതത്തിലെ യൂണിവേഴ്സിറ്റിയിലെ നിങ്ങളുടെ ജോലി അവിടേക്ക് മാറ്റുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ ബാച്ചാണ് തുടങ്ങുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ബോർഡ് നമ്പറിലെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിലെ നമ്മുടെ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ പഠന വേഗത ഇപ്പോഴേ വർദ്ധിപ്പിക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ വരുന്നിടം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ ഇപ്പോഴേ പഠിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ മറ്റുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഒരുപാട് മുമ്പിലേക്ക് എത്തും. സോ ഇതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് 2026 നടക്കാൻ പോകുന്ന നമ്മുടെ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ഇപ്പോഴേ നിങ്ങൾ തയ്യാറെടുക്കുക. നോട്ടിഫിക്കേഷൻ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യരുത്. തീർച്ചയായിട്ടും അത്തരത്തിൽ നിങ്ങളെ ഈ പരീക്ഷ നേടിയെടുക്കുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് 2021 മുതൽ 2022 വരെ വിവിധ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിൽ ചോദിച്ചു പോയ ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി. ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഓരോ ചാപ്റ്ററുകൾ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കും. അതിൻ്റെ നോട്ടുകൾ കിട്ടും, അതേപോലെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, ആപ്പിനകത്ത് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അങ്ങനെ സജീവമായിട്ട് 2025 2026 എന്ന് പറയുന്ന കാലയളവിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ നേടിയെടുക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടായിരിക്കണം നമ്മുടെ മുമ്പോട്ടുള്ള ചുവടുവെപ്പ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും ആ കമന്റ് ബോക്സിലേക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ സജഷൻസ് പരിഗണിച്ചുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും അടുത്ത വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് വീണ്ടും കാണാം. ബൈ.